എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ലോകമെമ്പാടുമുള്ള ജനതയ്ക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് അവർ ഇന്ത്യയിൽ നിന്ന് ഈ കഴിഞ്ഞ ദിവസം കേട്ടത്. കൊറോണയ്ക്കുള്ള ആദ്യ വാക്സിൻ കോവാക്സിൻ എന്ന് പറയുന്ന ഒരു കുത്തിവയ്പ്പ് നമ്മുടെ ഇന്ത്യൻ കമ്പനിയായിട്ടുള്ള ഹൈദരാബാദ് ബേസ്ഡ് കമ്പനിയായിട്ടുള്ള ഭാരത് ബയോടെക് വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. വികസിപ്പിച്ചെടുത്തത് മാത്രമല്ല, ഈ ഓഗസ്റ്റ് 15 മുതൽ അത് വാണിജ്യാടിസ്ഥാനത്തിലോ പരീക്ഷാടിസ്ഥാനത്തിലോ മനുഷ്യർക്ക് അത് ട്രയൽസ് നടത്തും. ഈ രോഗം നമ്മുടെ മനുഷ്യർക്ക് കുത്തിവയ്പ്പ് നടത്താറുണ്ടല്ലോ, ഇപ്പോൾ പോളിയോ കുത്തിവയ്പ്പ് എടുക്കുന്ന പോലെയൊക്കെ, അതുപോലെ നമ്മുടെ മനുഷ്യരിലേക്ക് കുത്തിവയ്ക്കുകയാണ്. ഇത് പറയാൻ കാരണം ഒരുപാട് രാജ്യങ്ങളിൽ ഇപ്പോൾ ആഗോള ഭീമന്മാർ, ഇപ്പോൾ അമേരിക്കയിലെ മെഡിക്കൽ ടീമൊക്കെ ഒരുപാട് മരുന്നുകൾ വികസിപ്പിച്ചു എന്ന് നമ്മൾ പറയാറുണ്ട്, റഷ്യ, ഇറ്റലി, അവരൊക്കെ. പക്ഷെ അതൊന്നും ഇതുവരെ പരീക്ഷണാടിസ്ഥാനത്തിൽ വിജയിച്ചിട്ടില്ല. ഇത് കുത്തിവെച്ച് കഴിഞ്ഞാൽ ഇത് മാറുമെന്നോ ഇതിനെ തടയാൻ പറ്റുമെന്നോ ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊന്നും ഒഫീഷ്യലി കൺഫേംഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് ഈ ഒരു വാക്സിൻ റെഡി ആയിരിക്കുവാണ് എന്നുള്ളത് തന്നെയാണ് സത്യം. മേ ബി ഇനി ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ പറയുന്ന ഓഗസ്റ്റ് 15 കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമോ നമ്മുടെ മനുഷ്യരിലേക്ക് ഇത് കുത്തിവെച്ചു തുടങ്ങും. അത് വിജയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു നേട്ടമായിരിക്കും ഇന്ത്യ നേടാൻ പോകുന്നത്. മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, എല്ലാവർക്കും അത് കിട്ടണം. കാരണം കൊറോണ എന്ന് പറയുന്ന മഹാമാരി എത്രത്തോളം ഡേഞ്ചറാണെന്ന് നമുക്കറിയാം. എല്ലാ രാജ്യങ്ങളിലേക്കും അതെത്തി അവരുടെയൊക്കെ ഈ രോഗത്തെ തടഞ്ഞു നിർത്താൻ പറ്റട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇത്രയൊക്കെ ആയിരിക്കുമ്പോൾ പോലും, അതായത് നമുക്കറിയാം ഇത് വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഒരു നേട്ടമായിരിക്കും നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യക്ക്, ഇന്ത്യൻ ഗവൺമെന്റിന്, ഇന്ത്യൻ മെഡിക്കൽ ടീമിനെല്ലാം ഒന്നും പറയാനില്ല. പക്ഷെ ഒരുപാട് പേര് അതിനെ എതിർക്കുന്നുണ്ട്. അതിന്റെ കാരണവും ഇന്ന് ഈ വീഡിയോയിൽ നോക്കാം. പിന്നെ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, പണ്ട് നമ്മുടെ രാജ്യം കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആക്കി ഇട്ടായിരുന്നല്ലേ, ഇനി അങ്ങോട്ട് ലോക്ക്ഡൗൺ ആക്കി ഇട്ടാൽ പോരെ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇപ്പോൾ ഈ മാസം, അടുത്ത മാസം എല്ലാം അങ്ങോട്ട് ലോക്ക്ഡൗൺ ആക്കി ഇട്ടാൽ പോരെ, ഇത് വൈറസ് പിന്നെ സ്പ്രെഡ് ആകത്തില്ലല്ലോ. വിദേശത്ത് നിന്ന് വരുന്നവരെയും ബാക്കി സംസ്ഥാനത്ത് നിന്ന് വരുന്നവരെയും മാത്രം നമ്മൾ നോക്കിയാൽ മതി. ആരും പുറത്തിറങ്ങാതെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ആകത്തില്ല, അങ്ങോട്ട് അടച്ചിട്ടാൽ പോരെ എന്ന്. മാത്രമല്ല, ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട്, തുടങ്ങിയ കാലത്ത് മൊത്തം അടച്ചിട്ട് പുറത്തിറങ്ങിയ പോലീസിൻ്റെ അടി, ഇപ്പോഴാണെങ്കിൽ ഇത് ഒന്നുമില്ല, വെറുതെ എവിടെ വേണമെങ്കിലും ഇറങ്ങി നടക്കാം. അത് ആക്ച്വലി അവർ പറയുന്നത് അറിവില്ലായ്മ കൊണ്ടാണ്. ആ ഒരു കാര്യം, ഈ രണ്ട് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഒന്ന് വാക്സിനെ പറ്റിയിട്ട്, രണ്ടാമത്തത് നമ്മൾ ഇനിയും ലോക്ക്ഡൗൺ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യവും. വീഡിയോയിലേക്ക് വരുന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ, താഴത്ത് കാണുന്നതാണ് ഇൻസ്റ്റാഗ്രാം ID, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. കഴിയുന്നവരൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ മറ്റൊരു കാരണം കൂടെയുണ്ട്. ഇന്നാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ദിവസം. 240ഓളം കേസാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷെ നമ്മൾ അത്രത്തോളം ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം അതിൻ്റെ അകത്ത് 17 പേർക്ക് മാത്രമേ സമ്പർക്കത്തിലൂടെ രോഗം പകർന്നിട്ടുള്ളൂ. അത് കൂടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. കാരണം സമ്പർക്കത്തിലൂടെ പകർന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമാകുന്നത്. ഇതിൽ ഭൂരിഭാഗവും 95% വിദേശത്ത് നിന്ന് വന്നവരും ബാക്കി സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരുമാണ്. അവർക്ക് നമ്മൾ കുഴപ്പമില്ല, അവരെ നമ്മൾ കെയർ ചെയ്താൽ മാത്രം മതി. അവരിൽ നിന്ന് വേറുള്ളവരിലേക്ക് പകരാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ ഈ സമ്പർക്കത്തിലൂടെ പകർന്ന രോഗികൾ വേറെ ആരൊക്കെയായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, ആ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് പാടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദയവായിട്ട് എല്ലാവരും മാക്സിമം വീട്ടിൽ തന്നെ ഇരിക്കുക, സേഫായിട്ടിരിക്കുക, അത്യാവശ്യത്തിന് മാത്രം പുറത്തോട്ടിറങ്ങുക. അതാണ് ആദ്യമേ പറയാനുള്ളത്. ഇനി നമുക്ക് വാക്സിൻ്റെ കാര്യത്തിലേക്ക് വരാം. കുത്തിവയ്പ്പ് അതെന്താണെന്ന് ആരോടും പറയേണ്ട കാര്യമില്ല. ആ ഒരു മരുന്ന് കുത്തിവയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ രോഗം പിടിപെടത്തില്ല. അങ്ങനെ ഒരുപാട് രോഗങ്ങളെ നമ്മൾ തുരത്തിയിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോളിയോ ഇപ്പോൾ ഓറൽ പോളിയോ വാക്സിൻ, പോളിയോ തുള്ളി മരുന്നായിട്ടാണ് കൊടുക്കുന്നത്. ആക്ച്വലി എന്താണ് വാക്സിനുള്ളത് നോക്കുകയാണെങ്കിൽ, ആ ഒരു വൈറസിനെ കൊന്നിട്ട് ഡെഡ് വൈറസ് ആണ് ആ ഒരു വാക്സിനുള്ളത്. അതാണ് നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നത്. ഇപ്പോൾ ഈ ഒരു കോവാക്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ഇതിൻ്റെ പ്രീ ക്ലിനിക്കൽ ട്രയൽ, 2 ട്രയലുകളാണുള്ളത്. ഒന്ന് പ്രീ ക്ലിനിക്കൽ ട്രയൽ ഉണ്ടാകും, അടുത്തത് ക്ലിനിക്കൽ ട്രയൽ ഉണ്ടാകും. ഇപ്പോൾ പ്രീ ക്ലിനിക്കൽ ട്രയൽ കഴിഞ്ഞിരിക്കുകയാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്ത ശേഷം മൃഗങ്ങളിൽ, അതായത് മുയലുകളിൽ, എലികളിലൊക്കെ പരീക്ഷ നോക്കും, കുരങ്ങന്മാരിലൊക്കെ. എന്നിട്ട് വിജയിച്ചാൽ മാത്രമേ ഈ പറയുന്ന ക്ലിനിക്കൽ ട്രയലിലേക്ക് പോകത്തുള്ളൂ. എന്താണ് ക്ലിനിക്കൽ ട്രയൽ നോക്കുകയാണെങ്കിൽ, മനുഷ്യരിലാണ് അത് പരീക്ഷിക്കുന്നത്. അത് ഒരുപാട് റിസ്ക് ഇൻവോൾവ് ആണ്. കാരണം നമുക്ക് അറിയത്തില്ല ഈ ഒരു സാധനം എങ്ങനെയാണ് മനുഷ്യന്റെ ശരീരം റിയാക്ട് ചെയ്യാൻ പോകുന്നതെന്ന്. ഒരു ഫോറിൻ സബ്സ്റ്റൻസ് നമ്മുടെ ശരീരത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ശരീരം എന്തായാലും അതിനെതിരെ റിയാക്ട് ചെയ്യും. അത് ഏതൊരു തരത്തിലാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള, ഏറ്റവും റിസ്ക് ഉള്ള ഒരു പ്രൊസീജിയറാണ് ഈ പറയുന്ന ക്ലിനിക്കൽ ട്രയൽ എന്നുള്ളത്. മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ, ഇതുപോലത്തെ ഒരു വലിയൊരു രോഗത്തിനെതിരെ ഒരു വാക്സിൻ അത് കണ്ടുപിടിച്ച്, അത് ഡെവലപ്പ് ചെയ്തെടുത്ത്, അത് ഈ പരീക്ഷണങ്ങളെല്ലാം കടന്ന് ഫൈനലി അത് മനുഷ്യരിലേക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ കൊടുക്കാൻ അപ്രൂവൽ കിട്ടണമെങ്കിൽ ഒരുപാട് വർഷങ്ങൾ, 8-10 വർഷങ്ങൾ എടുക്കും. പക്ഷേ നമുക്കറിയാം, ഈ ഒരു കൊറോണ വാക്സിൻ, ഈ കോവാക്സിൻ എന്ന് പറയുന്ന സാധനം വളരെ പെട്ടെന്നാണ് നമ്മുടെ ഇന്ത്യ ഭാരത് ബയോടെക് എന്ന് പറയുന്ന കമ്പനി കണ്ടുപിടിച്ചല്ലേ. ആ ഭാരത് ബയോടെക്കിന്റെ തലവനായിട്ടുള്ളത് ഡോക്ടർ കൃഷ്ണനാണ്. അദ്ദേഹം തമിഴ്നാട്ടിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച ആളാണ് കേട്ടോ. അദ്ദേഹമാണ് ഈ ഒരു ഉയർന്ന ലെവലിലേക്ക് എത്തിയത്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഈ ലോകമെമ്പാടും ഒരുപാട് ജനത ബുദ്ധിമുട്ടുന്ന ഒന്നാണ് കൊറോണ എന്നുള്ളത്. അതിനെതിരെ ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ നേതൃത്വം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും മഹത്തരമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ പറയുന്ന, അപ്പോൾ നമുക്കറിയാം ഇത്രയും വർഷം എടുത്താണ് ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ഇത്ര വേഗം ഡെവലപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഈ പറയുന്ന കൊറോണ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് തന്നെ
വൈഡ് സ്പ്രെഡ് ലോകമെമ്പാടും പെട്ടെന്ന് പടർന്നു പിടിച്ച് ഒരുപാട് ജീവനുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത്രയും താമസിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല, പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുള്ളത് എന്നാണ് ഈ ഭാരത് ബയോടെക് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റും ആരോഗ്യ മന്ത്രാലയവും പറഞ്ഞിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ഭാരത് ബയോടെക്കിനെ പറ്റി ഞാനും ഇപ്പോഴാണ് കേൾക്കുന്നത്. പക്ഷെ അവരെന്ന് പറയുന്നത് വളരെ കേമന്മാരാണ്. സിക്ക വൈറസിന് പോലും വാക്സിൻ കണ്ടുപിടിച്ച ആൾക്കാരാണ്. അതുപോലെ തന്നെ സിവിയൻ ഇൻഫ്ലുവൻസ, അങ്ങനെ ഒരുപാട് രോഗങ്ങൾക്ക് അതും പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത വാക്സിനൊക്കെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് കണ്ടുപിടിച്ച് ഈ ലോകമെമ്പാടുമുള്ള ആരോഗ്യ സംഘടനകൾ അംഗീകരിച്ചതുമാണ്. അത്രത്തോളം കേമന്മാരാണ് ഇത് കണ്ടുപിടിച്ചതെന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അത് പറഞ്ഞത് ചുമ്മാ തട്ടിക്കൂട്ട് കമ്പനിയൊന്നും അല്ലത്. അത് നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ പല സർക്കാരുകൾ ഏൽപ്പിക്കാറുണ്ട്, പല തട്ടിക്കൂട്ട് കമ്പനികളെയൊക്കെ ഏൽപ്പിക്കാറുണ്ട്. അങ്ങനത്തെ ഒന്നുമല്ല ഭാരത് ബയോടെക് എന്നുള്ളത്. ലോകമെമ്പാടും ഈ പടർന്നു പിടിച്ച സിക്ക വൈറസിന് പോലും വാക്സിൻ കണ്ടുപിടിച്ച് അത് വർക്കൗട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇവർ. അപ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് ചുമ്മാ ഉടായ്പൊന്നും പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റത്തില്ല. എങ്ങനെയാണ് ഈ വാക്സിൻ കണ്ടുപിടിച്ചത് നോക്കുവാണെങ്കിൽ ICMR, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച്, അങ്ങനെയല്ല അത് തന്നെ. പിന്നെ അതുപോലെ തന്നെ പൂനെയിലുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇവർ 3 പേരുമായിട്ട് സംയുക്തമായിട്ട് ചേർന്നാണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതായത് സിംറ്റംസ് ഒന്നും കാണിക്കാത്ത ഒരു കൊറോണ രോഗി, അതായത് നമുക്കറിയാം കൊറോണ ബാധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പനിയോ ശ്വാസതടസ്സമോ ഒന്നും കാണിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. രോഗലക്ഷണം കാണിക്കാത്തവർക്കും ഈ കൊറോണ ഉണ്ടായിരിക്കാം, അത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനത്തെ ഒരു രോഗിയുടെ ഈ പറയുന്ന ഫ്ലൂയിഡ്, വൈറസ് ഫ്ലൂയിഡ് കളക്ട് ചെയ്ത് ആ വൈറസ് വെച്ചാണ് അവർ ഈ മെഡിസിൻ ഉണ്ടാക്കിയിട്ടുള്ളത്, വാക്സിൻ ഉണ്ടാക്കിയിട്ടുള്ളത്. എങ്ങനെയാ നോക്കുകയാണെങ്കിൽ വാക്സിൻ്റെ അടിസ്ഥാന തത്വം നമുക്കറിയാം. ആ ഒരു വൈറസിനെ കൊന്നിട്ട് അത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ ഒരു ചത്ത വൈറസുകളെയാണ് നമ്മുടെ ശരീരത്തേക്ക് കടത്തിവിടുന്നത്. ചത്ത വൈറസ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല, സ്പ്രെഡ് ആകത്തില്ല, ഒന്നുമില്ല. പക്ഷേ നമ്മുടെ ശരീരത്തുള്ള നമ്മുടെ പ്രതിരോധ സംവിധാനം, നമ്മുടെ ഇമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അത് വിചാരിക്കും ഇവൻ ഒറിജിനൽ വൈറസാണെന്നും പറഞ്ഞ് ആ ഒരു വൈറസിനെതിരെ ഒരു പ്രതിരോധം തീർക്കും, ഒരു ഭിത്തി അവിടെ ഉണ്ടാക്കും. അങ്ങനെ ആലോചിച്ചാൽ മതി. അങ്ങനെ ഇരിക്കെ ഒറിജിനൽ വൈറസ് വന്നാലും ഈ പറയുന്ന ഭിത്തി അവനെ തടുത്ത് നിർത്തിക്കോളും. ഇതാണ് ഒരു കുത്തിവയ്പ്പിൻ്റെ, ഒരു വാക്സിൻ്റെ മെക്കാനിസം. ചത്ത വൈറസുകളെ അങ്ങോട്ട് കയറ്റിവിടുന്നു, നമ്മുടെ ശരീരം പ്രതിരോധം തീർക്കും. അങ്ങനെ തീർത്തിരിക്കുമ്പോഴേക്കും ഒറിജിനൽ വൈറസ് വന്നാലും ജീവനുള്ള വൈറസ് വന്നാലും അതിനെ തടഞ്ഞോളും. ഇത്രയേ ഉള്ളൂ വാക്സിൻ. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ 7ഓളം വാക്സിൻസ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്ത്യയിലുണ്ട്. പക്ഷേ ഭാരത് ബയോടെക് മാത്രമാണ് പ്രീ ക്ലിനിക്കൽ ട്രയൽസ് നടത്തിയിട്ട് അതിൻ്റെ റിസൾട്ട് ഈ പറയുന്ന ICMR-നും അതുപോലെ തന്നെ ആരോഗ്യ മന്ത്രാലയത്തിനൊക്കെ കൊടുത്ത് ഒരു അപ്രൂവൽ മേടിച്ചത്. ഇത് വർക്കൗട്ട് ആണ് എന്നവരെ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഈ പറയുന്ന മനുഷ്യരിലേക്ക് പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് ഇതിനൊരു അനുമതി കൊടുക്കുകയാണ്. ചുമ്മാ അങ്ങോട്ടെടുത്ത് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഈ പറയുന്ന മരുന്ന് അങ്ങോട്ട് കുത്തിവെച്ച് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ ഇരിക്കുന്നതും പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെയാണ്, ക്ലിനിക്കൽ ട്രയൽസ് തുടങ്ങുന്നേ ഉള്ളൂ. അതിനുവേണ്ടി അവർ ചെയ്യുന്ന കാര്യം എന്നാൽ ഏറ്റവും കൂടുതൽ കൊറോണ അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് എടുക്കും. കാരണം അവിടെ പടർന്നു പിടിക്കാനുള്ള സാധ്യത കൂടുതലാണല്ലോ. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഏറ്റവും കൂടുതൽ സെൽഫ് വോളണ്ടിയേഴ്സ്, അതായത് സ്വയമായിട്ട് മുമ്പോട്ട് വരുന്നവരെ മാത്രമേ ഇവർ കുത്തിവെക്കത്തുള്ളൂ. അല്ലാതെ തോന്നിയവരെയൊന്നും പിടിച്ച് കുത്തിവെക്കുന്നൊന്നുമില്ല. ഇപ്പോൾ ജൂലൈ 7 വരെ ഒരു ടൈം ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് ഇതിന് വോളണ്ടിയേഴ്സ് ആകാൻ താല്പര്യമുള്ളവർക്ക് ഈ സ്ഥലങ്ങളിൽ നിന്നും രജിസ്റ്റർ ചെയ്യാമെന്നും പറഞ്ഞ് ഇവർ തന്നെ ഒരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത വോളണ്ടിയേഴ്സിൻ്റെ ആരോഗ്യവും അവരുടെ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടും കംപ്ലീറ്റ് ഹിസ്റ്ററിയും പരിശോധിച്ച ശേഷം മാത്രമേ അവർക്ക് എന്തെങ്കിലും രോഗമുണ്ടോ അല്ലെങ്കിൽ ഹേർട്ടിനെ ബാധിക്കുന്ന എല്ലാം കംപ്ലീറ്റ് മെഡിക്കൽ ചെക്കപ്പ് നടത്തി അത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് അവരെ കീറി മുറിച്ച് പരിശോധിച്ച ശേഷം മാത്രമേ അവരിൽ ഈ പറയുന്ന കുത്തിവയ്പ്പ് നടത്തത്തുള്ളൂ. കാരണം അവർക്ക് വേറെ എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. അവർ വേറെ എന്തെങ്കിലും മരുന്ന് കഴിക്കുമെങ്കിൽ ആ മരുന്നിൻ്റെ കെമിക്കൽസുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാകാം. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും ഒരുപാട് പേര് ഇതിനെ വിമർശിക്കുന്നത്, ഇത്ര വേഗത്തിൽ എന്തിനാണ് ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത്, ഇതിൻ്റെ പിന്നിൽ പൊളിറ്റിക്കൽ അജണ്ടാസ് ഇല്ല എന്നാണ്. കാരണം ഇങ്ങനെ ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് വിജയിക്കാൻ പറ്റും. അങ്ങനെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു നേട്ടം തന്നെയാണ്. മറ്റു കാര്യം നോക്കുകയാണെങ്കിൽ 2 ഫേസ് ആയിട്ടാണ് ഇവർ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒന്നാമത്തെ ഫേസിൽ ഓൾമോസ്റ്റ് 250 ആൾക്കാരെ കുത്തിവയ്ക്കാനും രണ്ടാമത്തെ ഫേസിൽ ഓൾമോസ്റ്റ് 750 ആൾക്കാരെ കുത്തിവയ്ക്കാനുമാണ്. അങ്ങനെ കുത്തിവെച്ച ശേഷം 1 മാസം ഈ കുത്തിവെച്ച രോഗികളെ ഇവർ പഠിക്കും. രോഗികളല്ല, ആരോഗ്യവാന്മാരായിട്ടുള്ള മനുഷ്യർ. അവർക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ കുത്തിവയ്ക്കുന്നത്, അല്ലാതെ വന്നവരെ കുത്തിവെക്കത്തില്ല ഒരിക്കലും. അങ്ങനെ കുത്തിവെച്ച ശേഷം ഇവരെ നിരീക്ഷണത്തിൽ വയ്ക്കും. ഇവരുടെ ശരീരത്ത് എന്തൊക്കെ മാറ്റമാണ് ഉണ്ടാകുന്നത്, അലർജിക് റിയാക്ഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ശരീരത്തുള്ള പ്രോട്ടീൻസ് ഇതുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടോ. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രോട്ടീൻസ് ആണ്. അങ്ങനെയൊക്കെ 1 മാസത്തോളം ഇവരെ പഠിക്കും. അപ്പോൾ ആൾക്കാർ പറയുന്നത്, ഈ പറയുന്ന ബയോടെക്നോളജിയിലൊക്കെ ഒരുപാട് അറിവുള്ള ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത്, ഈ പറയുന്ന 1 മാസം കഴിഞ്ഞിട്ട് ഈ പ്രശ്നങ്ങൾ വന്ന് എന്ത് ചെയ്യും, 1 മാസത്തിനുള്ളിൽ വന്നവന്ന് എന്താണ് നിർബന്ധം, അതാണ് എല്ലാവരും ചോദിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നെ പറയുകയാണെങ്കിൽ പൊളിറ്റിക്കൽ അജണ്ടാസ്, ഈ പറയുന്ന ഇന്ത്യൻ ഗവൺമെൻറ് ഇത് പെട്ടെന്ന് ഒരു തൂവൽ, കിരീടത്തിൽ പൊൻതൂവൽ എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു പൊൻതൂവൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ വാക്സിൻ അല്ലേ എന്ന് ഒരിക്കലും അല്ലാന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഭാരത് ബയോടെക്കിനെ നമുക്കറിയാം ഇത്രത്തോളം ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. രണ്ടാമത്തെ കാര്യം പറയുവാണെങ്കിൽ ഇത്രത്തോളം വേഗം കണ്ടുപിടിക്കേണ്ട ഒരു വാക്സിൻ അല്ലേ ഇത്. അല്ലാതെ പതുക്കെ 10 വർഷത്തിന് ശേഷം കണ്ടുപിടിച്ചാൽ മതിയോ? ഒരിക്കലുമല്ല. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ഇത്ര വേഗം കണ്ടുപിടിക്കണം എന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നമുക്ക് വിമർശിക്കാൻ പറ്റത്തില്ല. വേഗം കണ്ടുപിടിച്ച കാരണം ഇത് ഉഡായിപ്പാണ്, ഇത് രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല.
എന്തായാലും ഇത് വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് ഒരു വലിയ നേട്ടം തന്നെയായിരിക്കും, ഒരു സംശയവുമില്ല. അപ്പോൾ ഇതാണ് കോവാക്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരുപാട് പേര് ചോദിക്കുന്നത് ഇനിയും അങ്ങോട്ട് കുറച്ച് നാൾ നമ്മുടെ രാജ്യം അടച്ചിട്ടാൽ പോരെന്ന്, കംപ്ലീറ്റ് ലോക്ക്ഡൗൺ പണ്ടത്തെ പോലെ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സമ്പർക്കത്തിലൂടെയുള്ള കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഒന്നും ഉണ്ടാകത്തില്ല, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, വിദേശത്ത് നിന്ന് വരുന്നവരെ മാത്രം നോക്കിയാൽ പോരെ, എന്താണ് കുഴപ്പമെന്ന് അല്ലേ? തീർത്തും ന്യായമായിട്ടുള്ള ചോദ്യമായിട്ടൊക്കെ നമുക്ക് തോന്നും. അതുപോലെ തന്നെ ഒരുപാട് പേര് സർക്കാരിനെ കളിയാക്കാറുണ്ട്. അതെന്ന് പറയുന്നത് രാഷ്ട്രീയ മുതലെടുപ്പുകളായിരിക്കാം, എനിക്കറിയത്തില്ല. അതായത് പണ്ട് കൊറോണ തുടങ്ങിയ കാലത്ത് 1-2 കേസുകൾ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ കൺട്രി കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ചെയ്ത് പുറത്തിറങ്ങിയ പോലീസിന്റെ അടി, ഓടിക്കലും, ഉപദ്രവം ഇപ്പോൾ പടർന്നു പിടിച്ച് ഇത്ര ലക്ഷക്കണക്കിന് കേസുകളായപ്പോഴേക്കും ഒരു കുഴപ്പമില്ല, പുറത്തിറങ്ങിയാലും പ്രശ്നമില്ല, ഒന്നുമില്ല, അങ്ങനെയൊക്കെ. ഇങ്ങനെ വീണ്ടും രാജ്യം ലോക്ക്ഡൗൺ ചെയ്താൽ എന്താണ് പ്രശ്നം? ഇനി പറയാൻ പോകുന്ന വരിയിൽ നിന്ന് നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാക്കാം. ഈ ഒരു കാര്യം പറയുന്നത് ഒറ്റ കൂട്ടരേ ഉള്ളൂ. അതായത് വീട്ടിൽ അത്യാവശ്യം പൈസ ഉണ്ട്, ജോലിക്കൊന്നും പോയില്ലെങ്കിലും അത്യാവശ്യം പൈസ ഉണ്ട്, ആ പൈസ കൊണ്ട് നമുക്ക് അരി മേടിക്കാം, ഭക്ഷണം മേടിക്കാം, ഒന്നുമില്ല, ബാങ്ക് സേവിങ്സ് ഉള്ളവർ പറയും. മറിച്ച് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ദിവസവും ജോലിക്ക് പോയി അന്ന് കിട്ടുന്ന പൈസ കൊണ്ട്, അതായത് ചെറിയ ചെറിയ പണിക്ക് പോയിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ, അന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അടുത്ത ദിവസത്തേക്കുള്ള ഭക്ഷണം മേടിച്ച് കഴിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്. നമുക്കറിയാം, നിങ്ങളുടെയൊക്കെ വീടിൻ്റെ ചുറ്റും ഒരുപാട് പാവപ്പെട്ട വീടുകൾ ഉണ്ടാകും തീർച്ചയായിട്ടും. അവരാരെങ്കിലും ഈ വർത്തമാനം പറയുമോ? രാജ്യം കംപ്ലീറ്റ് അങ്ങോട്ട് അടച്ചിടട്ടെ, ഒന്നും വേണ്ട, പണ്ടത്തെ പോലെ തന്നെ പണിയൊന്നും വേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കാമെന്ന് പറയുമോ? ഇല്ല. എന്തുകൊണ്ട്? കാരണം അവർക്ക് ജീവിക്കണം, അല്ലേ? അതായത് നമുക്കൊക്കെ പൈസ ഉണ്ടെങ്കിൽ നമുക്കൊക്കെ ഇങ്ങനെ ഫാനിൻ്റെ അടിയിൽ ഇരുന്ന് പറയാം, എളുപ്പമാണ്, രാജ്യം അടച്ചിടട്ടെ. എത്ര നാൾ അടച്ചിടണം? 1 വർഷം കൊറോണ ഉണ്ട്, 1 വർഷം കംപ്ലീറ്റ് അടച്ചിടാൻ പറ്റുമോ? അങ്ങനെ അടച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് പട്ടിണി മരണങ്ങളാണ്. അതൊന്നും അറിയാതെ ദയവായിട്ട് ഇങ്ങനെ പറയരുത്. കാരണം നമ്മുടെ അവസ്ഥ മാത്രം നോക്കിയാൽ പോരാ, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ അവസ്ഥ കൂടി നോക്കണം. അവർക്കൊന്നും ഒരു മാസമൊന്നും പണിയില്ലാതിരുന്ന എങ്ങനെ അവർ ജീവിക്കും ഇവിടെ? അപ്പോൾ നമ്മൾ പറയും സർക്കാർ അവർക്ക് ഭക്ഷണം കൊടുത്താൽ പോരെന്ന്. അവിടെയാണ് വേറൊരു വിഷയം വരുന്നത്. നമ്മുടെ ഒരു എക്കോണമി അതേപടി നിലനിൽക്കണമെങ്കിൽ ഇവിടെ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്ന സാധനം ഉണ്ടാകണം. നമ്മുടെ രാജ്യത്ത് ക്യാഷ് ഫ്ലോ ഇല്ലെങ്കിൽ കംപ്ലീറ്റ് തകർന്നു പോകും. ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം പറയാം. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ഇതുപോലെ ആൾക്കാർ പണിക്ക് പോകാൻ പറ്റാത്തവരുണ്ടല്ലോ, ദിവസക്കൂലിക്ക് പോകുന്നവർ വീട്ടിലിരിക്കുമ്പോൾ അവർക്കുള്ള ഭക്ഷണം സർക്കാർ കൊടുക്കണം എന്നല്ലേ? തീർച്ചയായിട്ടും ഒരു ന്യായമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഒന്ന് ചോദിച്ചോട്ടെ, സർക്കാർ കൊടുക്കുമ്പോഴേക്കും സർക്കാർ റേഷൻ അരിയാണല്ലോ കൊടുക്കുന്നത്. ഈ റേഷൻ അരി എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിലോ പാർലമെന്റിലോ അവിടെ മേശപ്പുറത്തുണ്ടാകുന്ന സാധനമല്ല. കൃഷിക്കാർ പാടത്ത് കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ്. സർക്കാർ കാശ് കൊടുത്ത് മേടിക്കുകയാണ് ചെയ്യുന്നത്. അത് മേടിക്കണമെങ്കിൽ സർക്കാരിൻ്റെ കയ്യിൽ ക്യാഷ് വേണമല്ലേ? കൃഷിക്കാരുണ്ടാക്കുന്ന നെല്ലും അത് മേടിക്കണമെങ്കിൽ സർക്കാരിൻ്റെ ക്യാഷ് വേണം. ഒന്നാമത് ഇപ്പോൾ സർക്കാരിന് വരുമാനം നിലച്ചിരിക്കുകയാണ്. ഈ പറയുന്ന ലോക്ക്ഡൗൺ ആയി കടന്നാൽ പല സോഴ്സിൽ നിന്നുമുള്ള ടാക്സും അതും ഇതും കമ്പനിയുടെയും ഇലക്ട്രിസിറ്റിയുടെയും എല്ലാം സർക്കാരിന് നഷ്ടം മാത്രമേ ഉള്ളൂ. കമ്പനീസ് ഒന്നും വർക്ക് ചെയ്ത് കടന്നു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ആ വകുപ്പൊന്നും കിട്ടത്തില്ല. അമ്പലമൊക്കെ അടച്ചു കിടക്കുമ്പോഴേക്കും ദേവസ്വം ബോർഡ്, അങ്ങനെ ഏത് എടുത്തു നോക്കിയാലും അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നുമുള്ള വരുമാനം സർക്കാരിന് നിലച്ചിരിക്കുകയാണ്. നിലച്ചിരിക്കുന്ന സമയത്താണ് എക്സ്ട്രാ അധിക ചെലവുകൾ വരുന്നത്. ഈ പറയുന്ന രോഗികളുടെ എല്ലാം കോവിഡ് ടെസ്റ്റ് സർക്കാർ നടത്തണം. അവർക്കുള്ള ചിലപ്പോൾ നമ്മുടെ ആശുപത്രികളിലാണെങ്കിൽ അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാമായിരുന്നു. എത്ര അടിപൊളി ഫുഡാണ് കൊടുക്കുന്നത് കേരളത്തിൽ. അതിൻ്റെ എല്ലാ ചിലവുകളും സർക്കാർ നോക്കണം. പിന്നെ നമ്മുടെ കോവിഡ് പാക്കേജുകളുണ്ടല്ലോ, ഒരുപാട് പാക്കേജുകളുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ നവീകരിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിലെല്ലാം സർക്കാർ ചെലവഴിക്കണം. ഇതിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യം കൂടെയുണ്ട്. പണിക്കൊന്നും പോകത്തില്ലെങ്കിലും സർക്കാർ ജീവനക്കാർക്ക് കംപ്ലീറ്റ് ശമ്പളം കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ അവർ പ്രശ്നമുണ്ടാക്കും. ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തെ ഒരു അപമാനിച്ച ഒരു കുറച്ച് ടീംസ് എന്ന് പറയുന്നത് അധ്യാപകരാണ്. അധ്യാപകർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും മഹത്തരമായിട്ടുള്ള ആൾക്കാരാണ്, അറിവ് പകരുന്ന ആൾക്കാരാണ്. ഈ സൊസൈറ്റിക്ക് വേണ്ടി മുമ്പിൽ നിന്ന് നമ്മളെയൊക്കെ നയിക്കേണ്ട ആൾക്കാരാണ്, നമ്മുടെ കുട്ടികളെ നയിക്കേണ്ട ആൾക്കാരാണ് അധ്യാപകർ. 1 മാസത്തെ ശമ്പളത്തിൽ നിന്ന് കുറച്ച് പിടിച്ചെന്നും പറഞ്ഞ് അതിൻ്റെ ഉത്തരവ് കത്തിച്ച് കളഞ്ഞ പടം നമ്മൾ മറന്നു പോയിട്ടുണ്ടാകത്തില്ല. അത് 5 മാസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു, ആ ഒരു സാലറിയിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത ശേഷം. പക്ഷേ അധ്യാപകർ എന്ന് പറയുന്ന കുറച്ച് ജനങ്ങൾ, അത് ഇന്ന രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ട ആൾക്കാരായിരുന്നു, അതുകൂടെ എടുത്ത് പറയുന്നു. ആ ഒരു രാഷ്ട്രീയ സംഘടനയുടെ കീഴിലുള്ള അധ്യാപകർ ആ ഓർഡർ കത്തിച്ചാണ് അതിനെതിരെ പ്രതിഷേധിച്ചത്. പിന്നെ എങ്ങനെ ഈ സർക്കാർ ഈ പറയുന്ന ചെലവുകളൊക്കെ വയ്ക്കും? അങ്ങനെ ചെലവുകളൊന്നും ഒരു പൈസ ഇല്ലാതിരിക്കുമ്പോഴേക്കും അത്ര അധ്യാപകരെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. ആ ഒരു അധ്യാപകരെ പറ്റി അത്രത്തോളം ഒരു ദുഷിച്ച പ്രവൃത്തിയാണ് അവർ ചെയ്തത്. നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയല്ലായിരുന്നോ? അധ്യാപകരാണ് അവർ. അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്നത്. എന്തായാലും പോട്ടെ. അപ്പോൾ ഒരു വരുമാനം ഇല്ലാതിരിക്കുമ്പോഴേക്കും സർക്കാർ ഈ പറയുന്ന കൃഷിക്കാരുടെ നിന്നൊക്കെ ഇത്രത്തോളം പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുമോ? സർക്കാരിൻ്റെ അവിടെ പൈസ നോട്ട് അടിച്ചിറക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് വിഷയം വരും. സർക്കാരിൻ്റെ കയ്യിലും പൈസ ഇല്ല, ഒരിടത്തും പൈസ ഇല്ല. നമ്മുടെ രാജ്യത്ത് ക്യാഷ് ഫ്ലോ ഉണ്ടാകണം. ക്യാഷ് ഫ്ലോ ഉണ്ടായില്ലെങ്കിൽ കംപ്ലീറ്റ് വരും. മാത്രമല്ല വേറൊരു വിഷയം കൂടെയുണ്ട്. ഈ പറയുന്ന കൃഷിക്കാർ ഒരുപാട് കൃഷി ചെയ്യുമ്പോഴേക്കും ആരും മേടിക്കാനില്ലെങ്കിൽ അവർ പിന്നെ അങ്ങോട്ട് കൃഷി ചെയ്യുമോ? അത് ഒരു ചോദ്യമല്ലേ? സർക്കാരും മേടിക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ കമ്പനീസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഏവീസ് അതുപോലത്തെ കമ്പനീസൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് പൊടികളൊക്കെ ഉണ്ടാക്കുന്നത്, പുട്ടുപൊടി, ഗോതമ്പൊടി, അങ്ങനെയൊക്കെ.
അവരൊന്നും മേടിക്കുന്നില്ല. കാരണം അവരുടെ കയ്യിൽ പൈസ ഇല്ല, ഓട്ടമില്ല, ഫുഡൊന്നും സപ്ലൈ ചെയ്യാത്തതുകൊണ്ട് അവരുടെ കയ്യിൽ പൈസ ഇല്ല. അതുകൊണ്ട് കൃഷിക്കാരുടെ കയ്യിൽ നിന്ന് ഇവരാരും മേടിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും കൃഷിക്കാരും അവരുണ്ടാക്കുന്ന ധാന്യം കുറയും. അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള നെല്ലും ഗോതമ്പൊക്കെ ആയിരിക്കും അവരുണ്ടാക്കുന്നത്. സർക്കാരിന് മേടിക്കാനും പറ്റത്തില്ല, പൈസ ഉണ്ടെങ്കിൽ താനും പൈസയില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാകും. ക്യാഷ് ഫ്ലോ ഇല്ലെങ്കിൽ രാജ്യത്തുണ്ടാകുന്ന ക്യാഷ് ഫ്ലോയെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. എല്ലാം കണക്റ്റഡ് ആണ്, എവറിത്തിങ് ഈസ് കണക്റ്റഡ് എന്ന് പറയുമല്ലേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ചിന്തിച്ചു നോക്കിയാൽ മതി. ഈ കർഷകരുണ്ടാക്കുന്ന ധാന്യം ആരും മേടിച്ചില്ലെങ്കിൽ അവർ പിന്നെ കൃഷി ചെയ്യുമോ? അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് കഴിക്കാൻ പോലും ഭക്ഷണം ഉണ്ടാകത്തില്ല. എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും പൈസ അവസാനം നമുക്ക് നോട്ട് കീറി തിന്നാൻ പറ്റത്തില്ല. ആ ഒരു കാര്യം ദയവായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ രാജ്യം കംപ്ലീറ്റ് ഒക്കെ അടച്ചിടണം ഒരു വർഷത്തേക്ക്. അതാണ് ഞാൻ ചോദിക്കുന്നത്. കൊറോണ ഇനി 2 വർഷം ഉണ്ടെങ്കിൽ 2 വർഷത്തേക്ക് അങ്ങോട്ട് അടച്ചിട്ടേ ചിലരൊക്കെ പറയുന്നത്. അതെന്ന് പറയുന്നത് അറിവില്ലായ്മയാണ്. അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ തെറ്റല്ല. അപ്പോൾ അറിവില്ലായ്മ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ ആൾക്കാർ എന്ന് പറയുന്നത് രാഷ്ട്രീയ വിരോധമാണ്. അത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമില്ല. കാരണം കൊറോണ എന്ന് പറയുന്ന ഇതെന്ന് പറയുന്നത് ഇന്ന രാഷ്ട്രീയക്കാരെ മാത്രമൊന്നുമല്ല പിടിക്കുന്നത്, എല്ലാവരും പടർന്നു പിടിക്കും. പിന്നെ പട്ടിണി എന്ന് പറയുന്നതും എല്ലാവർക്കും വരുന്നൊരു കാര്യം തന്നെയാണ്. ഇതെന്ന് പറഞ്ഞാൽ അടിസ്ഥാനമായിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി. രാജ്യം ലോക്ക്ഡൗൺ കുറേ നാൾ നീട്ടിയിടുവാണെങ്കിൽ നമുക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടായിരിക്കത്തില്ല. എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഭക്ഷണം ഉണ്ടായിരിക്കത്തില്ല. അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.